ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. നമ്മുടെ അടുത്തുള്ളത് ഫോർഡ് ഫിയസ്റ്റയാണ്. ഫോർഡിൻ്റെ വണ്ടികൾ, ഫോർഡ് ഫിഗോ, ഫിയസ്റ്റ, പഴയ ഐക്കൺ. ഇപ്പം നിലവിൽ ഐക്കൺസൊക്കെ ഒത്തിരി കുറവാണ്. മെല്ലെ മെല്ലെ ഫിഗോ ഫിയസ്റ്റയും വളരെ മാർക്കറ്റിൽ നിന്ന് മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നിരുന്നാലും നിലവിൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം ഈ ഒരു വീഡിയോ. അതായത് വണ്ടിയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നോർമലി നമുക്ക് വണ്ടി ഓൺ ചെയ്ത് വണ്ടി സ്റ്റാർട്ടാക്കുകയാണെങ്കിൽ വണ്ടി നോർമലി വണ്ടി സ്റ്റാർട്ടാവും. വണ്ടിക്ക് പ്രത്യേകിച്ച് സൗണ്ട് വ്യത്യാസമോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നോക്കിങ്ങോ ഇഞ്ചക്ടർ നോക്കിങ്ങോ പ്രശ്നങ്ങളില്ല. വണ്ടി കാല് കൊടുക്കുമ്പോൾ നോർമലി വണ്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നല്ല പവറൊക്കെ ഉണ്ട് വണ്ടി. അങ്ങനെ വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻസ് ആയിട്ട് അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല. 1,66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് വണ്ടി ഓടിക്കുന്നതിലോ എഞ്ചിൻ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലംസ് ഇല്ല. ഇഞ്ചക്ടർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രോബ്ലംസ് ഇല്ല. പക്ഷേ പൊതുവേ കൂടുതലും ഇഞ്ചക്ടറിന് എന്തെങ്കിലും ഇഷ്യൂ വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വണ്ടിക്ക് വന്നേക്കുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി ഓട്ടത്തിൽ വണ്ടി എപ്പോഴെങ്കിലും നമ്മൾ സ്ലോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വണ്ടി ഓഫായി പോകും. സ്ലോ ആയിട്ട് രണ്ടാമത് കാല് കൊടുക്കുമ്പോഴത്തേക്ക് വണ്ടി കുടഞ്ഞ് വണ്ടി ഓഫായി പോകും. അതാണ് ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ്. എന്നാൽ പ്രത്യേകിച്ച് വേറെ ഇവിടെ ഒന്നും വേറെ മാൽ ഫംഗ്ഷൻ ഇൻഡിക്കേഷൻ ഒന്നും പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റിന് വേണ്ടിയിട്ട് പലരും ഇതിൻ്റെ പമ്പോ നോസിലോ കാര്യങ്ങളിലൊക്കെ ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ മാറ്റി വെച്ചൊക്കെ നോക്കി ഒരുപാട് കാശുകൾ ചിലവാക്കിയിട്ട്, ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് ചിലപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് റെക്ടിഫൈ ചെയ്യാൻ പറ്റാണ്ട് വന്നേക്കാം. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു പക്ഷേ ഈ വീഡിയോ ഉപകാരപ്പെട്ടേക്കും. അങ്ങനെ ആ ഒരു കാര്യം ഓർത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ നിലവിലിനകത്ത് നമുക്ക് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ പുറമെ ഫിസിക്കലി പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും കാണത്തില്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. കംപ്ലയിൻറ്റ് എന്തെങ്കിലും സ്കാനിങ്ങിൽ കിട്ടുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ജസ്റ്റ് നമ്മളിവിടെ ഓട്ടോ സ്കാൻ കൊടുത്തിട്ട് ഒന്ന് എടുത്ത് നോക്കാം. ഓട്ടോ സ്കാൻ കൊടുക്കുന്ന കൂടെ കാണാൻ ഓട്ടോമാറ്റിക്കലി നെവിൻ്റെ ചേസ് നമ്പറും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്തു. അപ്പോൾ നമ്മളിതിൽ ഓക്കെ കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് പ്രോബ്ലംസാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഫ്യൂൽ പ്രഷർ, സെൻസർ, റേഞ്ച് പെർഫോമൻസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫ്യൂൽ സംബന്ധമായ പ്രഷറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ വന്നേക്കുന്ന ഒരു ട്രബിൾ കോഡാണ്. പക്ഷേ ഇതിനകത്ത് രണ്ട് കാര്യം നോട്ടീസ് ചെയ്തേക്കുന്നത്, ബ്രേക്ക് സ്വിച്ച് AB കോറിലേഷൻ. ഈ സംഭവം ബ്രേക്ക് സ്വിച്ച് AB കോറിലേഷൻ, ഈ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഫോർഡ് വണ്ടികൾക്ക് ബ്രേക്ക് സ്വിച്ച്, ക്ലച്ച് സ്വിച്ച്, അതിൻ്റെ സ്വിച്ചുകൾ ആയിട്ട് ബന്ധപ്പെട്ട വയറിങ്ങോ സ്വിച്ചുകൾക്കോ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ബിഹേവ് ചെയ്യാറുണ്ട്. ഓട്ടത്തിൽ ഓഫായി പോകുന്ന ഒരു പ്രശ്നം കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ പവർ ഡ്രോപ്പ് വരുന്ന പ്രശ്നം കാണിക്കാറുണ്ട്. അതിനെക്കുറിച്ച് നേരത്തെ ഒരു വണ്ടി ചെയ്തിട്ടുണ്ട് ഞാൻ. മഹീന്ദ്രയുടെ വണ്ടികൾക്ക് ഇഷ്യൂ വരാറുണ്ട്. അപ്പോൾ മഹീന്ദ്രയുടെ ഒരു ബൊളേറോയുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ചാനൽ സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് നോട്ടീസ് ചെയ്തേക്കുന്ന ഒരു കാര്യം, ഇമ്മൊബിലൈസർ സംബന്ധമായ ഒരു ഫോൾട്ട്. ഇമ്മൊബിലൈസർ മോഡ്യൂൾ, PCM പവർ ട്രെയിൻ കൺട്രോൾ മോഡ്യൂൾ കമ്മ്യൂണിക്കേഷൻ ഫോൾട്ട്. ഇമ്മൊബിലൈസറും PCM തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഫോൾട്ട് വന്നാലും ഈ വണ്ടി ഇങ്ങനെ തന്നെ കാണിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നോക്കേണ്ടതായിട്ട് ഇതിനകത്തുണ്ട്. അതിനോട് റിലേറ്റ് ചെയ്യുന്ന വയറിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കുമോ, ഈ പറഞ്ഞ മോഡ്യൂൾസ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ. ഇനി ഇതിൽ ഏതെങ്കിലും മോഡ്യൂൾ മാറിയിട്ട് പ്രോഗ്രാമിംഗ് കറക്റ്റ് ആവാത്തതാണോ എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കസ്റ്റമർ അടുത്തൊന്നും കൂടി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഫർദർ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പ്രൈമറി ഇൻസ്പെക്ഷൻ അപ്പോൾ പ്രൈമറി ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് നമുക്ക് ബ്രേക്ക് ഇവിടെ 2 ടൈപ്പ് സ്വിച്ചസ് വരുന്നുണ്ട്. അപ്പം ആ സ്വിച്ചസ് ഞാൻ ഇച്ചിരി സൂം ചെയ്ത് കാണിക്കാൻ ശ്രമിക്കാം. ഇവിടെ ഓൾറെഡി ഇവിടെ സ്വിച്ചസ് മാറിയിട്ടുള്ള ലക്ഷണം കാണുന്നുണ്ട്. അതുപോലെ ഈ കാണുന്ന പോലെ വയറിങ്ങിൽ സ്ട്രിപ്പിങ്ങും പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വല്ലതും പ്രോബ്ലംസ് ഉണ്ടോ എന്നും കൂടി നമുക്ക് നോക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ വയർ പോകുന്ന ഇടങ്ങളെല്ലാം നമ്മൾ ഡബിൾ ചെക്ക് ചെയ്ത് വരണം. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പോ ഈ പറഞ്ഞ പോലെ പല ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടി വരും. അതായത് നമ്മുടെ റെസിസ്റ്റൻസും കാര്യങ്ങളും കണ്ടിന്യൂറ്റി ടെസ്റ്റൊക്കെ ചെയ്ത് തരേണ്ടി വരാം. അങ്ങനെ കുറേ ഇഷ്യൂസ് ഫോർഡിന് വരാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഈ ഭാഗത്ത് വരുന്ന ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതെങ്ങനെയുണ്ടോ നമുക്കൊന്ന് നോക്കാം. നമ്മളിതിൻ്റെ ഈ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലൊക്കെ വാട്ടറിങ് ടെസ്റ്റ് വന്ന പോലെ ഒരു പോയിന്റുകൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ അതിനോട് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആയാലും വരാം. ചിലപ്പോൾ ഈ എർത്ത് വയറൊക്കെ എർത്ത് കണക്ഷൻ കറക്റ്റ് കിട്ടാണ്ട് വന്നാലും വരാം, ക്ലാവൊക്കെ കീറിയാൽ. നമ്മൾ വയറിങ് വയ്ക്കുമ്പോഴത്തേക്ക് അവിടെ ഇവിടെയെങ്കിൽ കുറച്ച് കട്ടിങ്ങും സ്ട്രിപ്പിങ്ങും പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇതൊന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കിയാലേ നമുക്ക് എന്തെങ്കിലും ഒരു ഫൈനൽ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ വയറിങ്ങിൽ കുറച്ച് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതിൽ എന്തോ റിപ്പയർ വർക്കുകളും കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം ഒന്ന് കാര്യമായിട്ട് നോക്കണം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നമുക്ക് അടുത്തൊരു പോർഷനിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് കവർ ചെയ്യാം. ഇതൊക്കെ വയറിങ് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട്. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.